അസമ്മ എഫേസ്യ ലേഖനം ആ ആ എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. നിങ്ങളത് വായിച്ചാൽ മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. എനിക്കുള്ള ബോധം എന്താണ് നിങ്ങൾക്ക് ഗ്രഹിക്കുക. അത് വായിക്കണം, പുസ്തകം വായിക്കണം, വേദപുസ്തകം വായിക്കണം. ഞാൻ പോകുന്നിടത്തൊക്കെ പറയും ഗിരിപ്രഭാഷണം 100 പ്രാവശ്യം വായിക്കാൻ പറയും എല്ലാവരോടും. കാരണം ഗിരിപ്രഭാഷണം വായിക്കാത്ത ക്രിസ്ത്യാനി അവൻ ഇതുപോലെ നഷ്ടം വേറെ ഒന്നുമില്ല. അതുപോലെ പുതിയ നിയമം മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, സുവിശേഷങ്ങൾ, പ്രവൃത്തി പുസ്തകം അംഗീകരിക്കാത്ത പാസ്റ്റർമാർ കിടപ്പുണ്ട് ഈ ആത്മീയ കോളത്തിൽ. അവരെല്ലാം ഇൻ്റർനാഷണൽ പാസ്റ്റർമാരാണ്. ഞാനവരെ പഠിച്ചു നോക്കിയിട്ട് ഒന്നുമില്ല, വെറും വട്ടപൂജ്യമാണ്. കാരണം ഈ പ്രവൃത്തി പുസ്തകം എന്നുള്ളത് എന്താ? പുതിയ പ്രവൃത്തി പുസ്തകത്തിൻ്റെ പഠനം എന്താണ്? പുതിയ നിയമസഭയുടെ ചരിത്ര പുസ്തകം, പുതിയ നിയമസഭയുടെ ആവിർഭാവം, പുതിയ നിയമസഭയ്ക്ക് സഭ രൂപപ്പെട്ട ചരിത്രം അതിലെഴുതിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് 2 തെസ്സലോനി 2:15 പറയുന്നു, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങൾ, നിയമങ്ങൾ, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവീൻ. അപ്പോൾ വാക്കിനാൽ തന്ന പ്രമാണം എടുത്ത് തോട്ടിക്കളഞ്ഞിട്ട് ലേഖനത്തിലുള്ള പ്രമാണം എടുത്ത് കഞ്ഞി കുടിക്കാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക പലരും. അത് ആ വാക്കിനാൽ ഈ ലേഖനങ്ങളിൽ തന്നെ അതിൻ്റെ ശരിയായ നിലയിൽ റൂട്ട് ബൈ റൂട്ടായിട്ട് പ്രോപ്പർ ചാനലിലൂടെ പ്രസംഗിച്ചാൽ മതി. അതും ചെയ്യത്തില്ല, തത്വജ്ഞാനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനിത് ഈ ദിവസങ്ങളൊന്ന് മനസ്സിലാക്കി, അതുകൊണ്ട് ഞാൻ പറയുക. ഇതെങ്ങനെ മനസ്സിലാക്കിയെന്നൊന്നും ആരും നിങ്ങൾ ചോദിക്കരുത്. ഞാനതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി, കൃത്യമായിട്ട് മനസ്സിലാക്കി. ചില പുള്ളികളെ ഞാൻ മനസ്സിലാക്കി. അവരൊക്കെ ഇൻ്റർനാഷണൽ പ്രീച്ചറാണ്. ഇന്ന് ദുബായിലാണെങ്കിൽ നാളെ അവർ ലണ്ടനിലാണ്, നാളെ ലണ്ടനിലാണെങ്കിൽ മറ്റന്നാൾ അവർ USA. അതുകൊണ്ടൊന്നും ഗുണമൊന്നുമില്ല. ചിലർ വൈകി USA പോണതും ലണ്ടനിൽ പോണതും ദുബായി പോകുന്നതൊക്കെ സുവിശേഷ വിലയ്ക്ക് വേണ്ടി പോണ കാര്യമാണ്. ജോലി ചെയ്ത് അധ്വാനിക്കാൻ പോകുന്ന കാര്യം ഞാൻ പറയുന്നില്ല. അതൊക്കെ അവർ പോയി നന്നായിട്ട് അധ്വാനം ജീവിക്കട്ടെ. അവിടെയും പോയി അവർ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. ആ കഷ്ടപ്പെട്ട് ജീവിച്ചുണ്ടാക്കുന്ന കാശ് ഇവർ പോയി അടിച്ചോണ്ട് വരിക, ചുളുവിൽ അടിച്ചോണ്ട് വരിക. മനസ്സിലായി? ഇതൊക്കെ കണ്ട് മനം മടുത്താണ് ഞാനിതൊക്കെ പറയുന്നത്. പൗലോസിന് വെളിപ്പെട്ട മർമ്മം പ്രസംഗിക്കുക പാസ്റ്റർമാരെ. പൗലോസിന് വെളിപ്പെട്ട മർമ്മം എന്താ? ഇവിടെ എത്ര വിശ്വാസികളുണ്ട്? 5 പേരുണ്ട്. 2, 3, 4. ആരെങ്കിലും ഒരാളെന്ന് പറഞ്ഞേ. ഫ്രാൻസിന് പറയാൻ പറ്റൂ. നിങ്ങൾ 3 പേര് പറഞ്ഞ് 500 രൂപ തരും ഞാൻ ഈ പ്രസംഗം കഴിയും. ആ മർമ്മം എന്താണെന്ന് തെറ്റാതെ പറഞ്ഞാൽ 500 rupees. കെണിയിലായി അല്ലേ? അതായത് പുസ്തകം പഠിക്കുന്നില്ല. അതിൻ്റെ 6ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികൾ, ഏകശരീരസ്ഥർ, വാഗ്ദത്തത്തിൽ പങ്കാളികളാകണമെന്നുള്ളത് തന്നെ. അതാണ് മർമ്മം. റാഞ്ചിക്ക് അറിയത്തില്ലായിരുന്നല്ലേ? ജാതികളായ നമ്മൾ ക്രിസ്തുവേശുവിൻ്റെ കൂട്ടവകാശികളായി തീരുക. യഹൂദനായി പിറന്ന കർത്താവ് യഹൂദ കുടുംബത്തിൽപ്പെട്ടവനാ, യഹൂദനാ. ബാലസിംഹം എന്നൊക്കെ പറയുന്നില്ലേ? യഹൂദ ഗോത്രത്തിൽ സിംഹം എന്നൊക്കെ പറയുന്നില്ലേ? കർത്താവ് യഹൂദനാ. യഹൂദനും ഞാനുമായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധമില്ല. യഹൂദൻ്റെ മുമ്പ് നിൽക്കാൻ നമുക്ക് കഴിയത്തില്ല. അതേ യഹൂദൻ്റെ മുമ്പ് നിൽക്കുന്ന ജാതികൾ കിടന്ന് ഓടുന്നുണ്ട കണ്ടം വഴി. ഹാമാസും ഹിസ്ബുള്ളയും ഹൂതികളും പിന്നെ ലബനോനും എല്ലാം കണ്ടം വഴി ഓടി. കുറേയൊക്കെ കൊന്നവർ, ബാക്കിയെല്ലാവരൊക്കെ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രക്ഷപ്പെട്ടു. ഇവർ പുറകെ കൊല്ലുക ചെയ്യുന്നേ. യഹൂദൻ്റെ ശക്തി അത്ര വലുതാണ്, നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ജനമാണ് അവർ. ബാലസിംഹം യഹൂദനെ കുറിച്ച് പറയും, സിംഹമാണ്. യഹൂദ ഗോത്രത്തിൽ സിംഹമാണ് നമ്മുടെ കർത്താവ്. ആ സിംഹം എന്ന് പറഞ്ഞാൽ അത് ആലങ്കാരിക പദപ്രയോഗങ്ങളാണ്. വലിയ ശക്തിയുള്ള അധികാരമുള്ള ഒരു അവസ്ഥയാണ് ആ കാണിക്കുന്നത്. അല്ലാതെ ഒരു സിംഹമായിട്ടല്ല കാണുന്നത്. ആലങ്കാരിക പദപ്രയോഗങ്ങളാണ്. അങ്ങനെ ആ വചനത്തിൻ്റെ കിടപ്പ്. അപ്പോൾ
ക്രിസ്തുവേശുവിൻ്റെ കൂട്ടവകാശം എങ്ങാണ്ടും കിടന്ന ജാതികൾ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമാണ്. ഇത് പലരും മനസ്സിലാക്കിയിട്ടില്ലെന്ന്. ഓരോരുത്തരുടെ ചിന്ത വിചാരിച്ച് യഹൂദ കുടുംബത്തിൽ പറഞ്ഞ പോലെ ഓരോരുത്തർ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അല്ലേ? ഞാനീ പലപ്പോഴും ചില ഈ കൺവെൻഷനൊക്കെ ഇരിക്കുന്ന നേരത്തെ ഭാഷമാരിങ്ങനെ നിരന്നൊക്കെ ഇരിക്കുന്നത് കണ്ടു കഴിയുമ്പോഴേ ഇതോ വലിയ, അവരൊക്കെ നല്ല നിലയിൽ ഇരിക്കട്ടെ, അതൊക്കെ നല്ല സന്തോഷം തന്നെ. പക്ഷേ എന്തുവാ ഇവർ ഈ പ്രസംഗിക്കുന്നേ? ഹല്ലേലൂയ. ഇന്നിപ്പോൾ വന്ന് ഉപദേശിമാർ ഓരോരുത്തരോ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ സങ്കീർത്തനമൊക്കെ നിർത്തണം, കെട്ടുകഥ, കഴിവിക്കഥ, നിർമ്മിതകഥ, സങ്കല്പകഥ ഇതൊക്കെ നിർത്തി പുതിയ നിയമം പ്രസംഗിക്കാൻ തുടങ്ങണമെന്നൊക്കെ ഓരോരുത്തർ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താ? അവർക്ക് മനസ്സിലായി ഈ പഴയ പരിപാടിയും കൊണ്ട് ഇനി വിശ്വാസികളെ കളിപ്പിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. ഇന്നലെ ആരുടെ പറയണ്ടായി, പ്രോസ്പെക്റ്റിക്കാരുടെ കൂടെ ആൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? ഞങ്ങളെപ്പോലെ അവിടെ ഇരുന്നിങ്ങനെ പ്രസംഗിച്ച് കൂട്ടുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ഈ കള്ളത്തരങ്ങളും തട്ടിപ്പും വെട്ടിപ്പും ചതിയും ജനത്തിന് മനസ്സിലായി അവരെല്ലാം എന്ത് ചെയ്യുന്നു? അത് ഓരോരുത്തരായിട്ട് അതിൽ നിന്ന് തൊഴിഞ്ഞു പോവുക. അങ്ങനെ തൊഴിഞ്ഞു പോകുന്നവർക്ക് രക്ഷ, അല്ലാത്തവർ ശിക്ഷാവിധിയിലാകപ്പെടും. എനിക്കതേ പറയാനുള്ളൂ. മായവും ഇല്ല നമ്മുടെ വാക്കുകൾക്ക്. അത് ശ്രദ്ധിച്ചോണം. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു മയവും ഇല്ല, ഒരു മായവുമില്ല. തെളിനീരായിട്ടുള്ള വചനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പൗലോസ് പറയുന്നു, ഒരു മർമ്മം എനിക്ക് അറിവായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. ഇതൊക്കെ പിതാക്കന്മാർ പഠിച്ചപ്പോൾ ഞങ്ങളിത് ആദ്യം കേട്ടപ്പോൾ ഒറ്റ ചാട്ടമായി ചാടിയത്. കാരണം ഇതെന്താ എഴുതി വെച്ചേക്കുന്നേ? ഈ പൗലോസ് എഴുതി വെച്ചേക്കുന്ന ആരെങ്കിലും ഒന്ന് പ്രസംഗിച്ച് തന്നാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പുസ്തകം വായിച്ചാലൊന്നും കിട്ടത്തില്ല. നിങ്ങളുടെയൊക്കെ പുസ്തകത്തിലുള്ളതല്ലേ ഇത്? എന്താ വായിച്ചാൽ കിട്ടത്തില്ല. ഒരു ദൈവദാസൻ ദൈവാത്മ പ്രേരിതനായി ഇതെടുത്ത് പറയുമ്പോഴേ ഇത് മനസ്സിലാകത്തുള്ളൂ നമുക്ക്. പുസ്തകത്തിൽ എഴുതിക്കുന്ന കാര്യമില്ല. ഇതെന്താ പ്രസംഗിക്കാത്ത? ഹല്ലേലൂയ. ഈ പ്രസംഗിക്കേണ്ടതൊന്നും പ്രസംഗിക്കുന്നില്ല. പ്രസംഗിക്കാൻ പാടില്ലാത്തത് മുഴുവൻ മ്ലേച്ഛതകളും അശുദ്ധി നിറഞ്ഞ പദങ്ങളൊക്കെ ഇന്ന് പലരും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും വേദനാജനകമായത് ബാംഗ്ലൂരിലെ മോൻ വന്ന് പ്രസംഗിച്ച ആ ചീത്തത്തരം, പൊട്ടത്തരം, മഹാഹീനമായ വാക്കുകൾ. ഇനി ആ മനുഷ്യൻ്റെ നാവില്ലെന്നത് വരാതിരിക്കട്ടെ. ദൈവം അദ്ദേഹത്തിന് പരിജ്ഞാനം കൊടുക്കട്ടെ, വിവേകം കൊടുക്കട്ടെ, സുബോധം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഒരു മർമ്മം അറിവായി വന്നു. ആ മർമ്മം അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. ഈ പൂർവകാലങ്ങളിലെ ഭക്തന്മാരാരൊക്കെയാ? ഒന്ന് ചിന്തിച്ചേ, പറഞ്ഞേ, ആരൊക്കെ ഒന്ന് പറഞ്ഞേ. പൂർവ്വകാലങ്ങളിലെ ഭക്തന്മാർ പെട്ടെന്ന് പറ. ഒന്ന് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, പിന്നെ യോസഫ്, ദാവീദ്, മോശ, ശമൂവേല്, പിന്നെ അങ്ങനെ ഒത്തിരി പ്രവാചകന്മാർ. അത് അത് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പറയപ്പെട്ടവരാ. ഇത് ദൈവം എടുത്ത് ഉപയോഗിച്ച പഴയ നിയമത്തിലെ അതികായകന്മാരായ ഗോത്രപിതാക്കന്മാരൂരൊക്കെ. യെശയ്യാവിന് വെളിപ്പെട്ടുണ്ട്, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഈ പിതാക്കന്മാരെന്ന് പറയുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ കിടക്കുന്ന മഹാന്മാർ, അവരൊക്കെ വലിയ ആൾക്കാരാ. യോസഫിനെ കുറിച്ച് പ്രസംഗിക്കുന്നത്, യോസഫ് ആറിന് നിഴലായിട്ട് നിൽക്കുക? യേശു ക്രിസ്തുവിന് നിഴലാ യോസഫ്. അബ്രഹാം ആർക്ക് നിഴല? വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ നിഴലായിട്ട് നിൽക്കുക, വിശ്വാസവീരൻ. പിന്നെ ഒന്നുകൂടെ ഉണ്ട് അവര്, ദൈവത്തിൻ്റെ സ്നേഹിതൻ. ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നൊരു വ്യക്തിയെ കുറിച്ചൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താ വിചാരിച്ചത്? ദൈവത്തിൻ്റെ സ്നേഹിതൻ. ഇപ്പൊ എൻ്റെ സ്നേഹിതനാണ് ഫ്രാൻസിസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കുറേ സ്വഭാവങ്ങൾ പുള്ളിക്ക് ഉണ്ടാകണം. കിട്ടും, അത് വചനത്തിലൂടെയൊക്കെ കിട്ടും. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി നാളത്തെ സ്നേഹബന്ധം കൊണ്ട്, ആത്മീയ ബന്ധം കൊണ്ട് പറയുന്ന വചനങ്ങളൊക്കെ അല്ലേ കുറേയൊക്കെ കേട്ട് പഠിക്കാനൊക്കെ ഇടയായിത്തീരും. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വലിയ ഡിയറസ്റ്റ് ഫ്രണ്ടായിട്ടാണ് ദൈവം അവരെ കണ്ടത്. വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി അബ്രഹാമിൻ്റെ കടിപ്രദേശത്ത് നിന്നാണ് ഒരു വിശുദ്ധ ജാതിയെ ദൈവം ഉൽപ്പാദിപ്പിച്ചെടുത്തത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്ന ഈ മർമ്മം ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച 94 പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞെട്ടിപ്പോയതിൻ്റെ കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ,
ആ മർമ്മം അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹിതനായ അബ്രഹാമിന് ഇത് വെളിപ്പെട്ടില്ല. യേശുക്രിസ്തുവിന്റെ നിഴലായി നിൽക്കുന്ന യോസഫിന് ഇത് വെളിപ്പെട്ടില്ല. ഗോത്രപിതാവായ യാക്കോബിന് ഇത് വെളിപ്പെട്ടില്ല. അപ്പൊ ആർക്ക് വെളിപ്പെട്ടു? ചാള പിടിച്ച് നടന്ന മുക്കുവ സഹോദരന്മാർക്ക് ഇത് വെളിപ്പെട്ടു. അവരുടെ കൂടെ ആഡ് ചെയ്യപ്പെട്ട വലിയ ജ്ഞാനിയായ തൻ്റെ ജ്ഞാനവും തൻ്റെ കഴിവും തൻ്റെ ധനവും മാനങ്ങളെല്ലാം കൊണ്ടുവന്ന് ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലിട്ട് ക്രിസ്തു ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണി ആ ദർശനത്തിൻ്റെ പുറകെ ഈ അപ്പോസ്തലന്മാരോട് കൂടെ ആഡ് ചെയ്യപ്പെട്ട പൗലൂസ്. അതിനാണ് പൗലൂസ് പറഞ്ഞ ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രയും നിങ്ങളുടെ അടുക്കൽ വന്നത്. 1 കൊരിന്ത്യർ 2:1 മുതൽ. എനിക്ക് വചനവും ഇല്ല, ജ്ഞാനവും ഇല്ല, ഒന്നുമില്ല. ക്രിസ്തുവിനെ കുറിച്ച് അറിയണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എൻ്റെ വചനത്തിൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളിലല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം അത്രയായിരുന്നത്. ശ്രദ്ധിക്കണം. പൗലൂസ് ഈ ശിഷ്യന്മാരോടൊപ്പം അങ്ങോട്ട് ആഡ് ചെയ്യപ്പെടുക. ശിഷ്യന്മാരെല്ലാം കൂടി പൗലൂസിൻ്റെ നിലവാരത്തിലേക്ക് കൊണ്ടുപോകുകയല്ല, ഈ മുക്കുവ സഹോദരന്മാരോട് ചേർന്ന് എനിക്കറിവില്ല, കഴിവില്ല, പ്രാപ്തിയില്ല, ഞാനൊരു സാധാരണ മനുഷ്യനാണ്, എനിക്കൊന്നും അറിയത്തില്ലേ എന്ന് പറഞ്ഞ് ഒരു പൊടിയായിട്ട് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക പൗലൂസേ. വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ എത്രയും നിങ്ങളുടെ അടുക്കൽ വന്നത്? നിങ്ങളുടെയൊക്കെ വന്നപ്പോൾ എനിക്കൊരു ചിന്ത വന്നു, ക്രിസ്തുവിനെ കുറിച്ച് മാത്രം എനിക്കറിയണം. നേരത്തെ ക്രിസ്തു സഭയ്ക്കെതിരെ പ്രസംഗിച്ചുകൊണ്ട് ഉപദ്രവിച്ചുകൊണ്ട് കൊലപാതകങ്ങൾ വരെ നടത്തിക്കൊണ്ടിരുന്നവൻ ഇപ്പോൾ പറയുന്നു എനിക്ക് ക്രിസ്തുവിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി. കാരണം ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? ആരെ ഉപദ്രവിച്ചു? പുതിയ നിയമസഭയിലെ വ്യക്തികളെ ഉപദ്രവിച്ചപ്പോൾ കർത്താവിനെ ഉപദ്രവിച്ചതുപോലെ തോന്നി. നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? മുള്ളിൻ്റെ നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഹിതമല്ല. ആ ദർശനം നട്ടുച്ചയ്ക്ക് വലിയ സൂര്യൻ്റെ വെളിച്ചത്തോടെയുള്ള ആ ദർശനവും ദൈവശബ്ദവും താൻ കേട്ടു. കൂടെ നടന്നവർ 5-8 പേരുണ്ടായിരുന്നല്ലോ, തൻ്റെ ഒപ്പം വന്നവർ. അവർക്കാർക്കും ദർശനം കാണാനും ദൈവശബ്ദം കേൾക്കാനും കഴിഞ്ഞില്ല. അപ്പോൾ ദൈവശബ്ദവും ദർശനവും ഒന്നും എല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല. ആ ദർശനവും വെളിപ്പാടും വചന വെളിപ്പാടും കിട്ടിയവരിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അപ്പോസ്തലന്മാർക്ക് കിട്ടിയതുപോലെ ഈ ഭൂമിയിൽ വേറെ ആർക്കും ദൈവം കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് അവരിൽ നിന്ന് പഠിക്കണമെന്ന് പറയുന്നത്. വചനം ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്നു, ശുശ്രൂഷ ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്നു. സംശയമുള്ളവർ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 20 വരെയുള്ള വാക്യം വായിച്ചു പഠിക്കുമ്പോൾ വചനം ഞങ്ങൾക്ക്, ശുശ്രൂഷ ഞങ്ങൾക്ക്, ദൈവം ഞങ്ങൾ സംസാരിക്കുന്ന പോലെ അവർ സംസാരിക്കുക. അതുകൊണ്ട് അവരിൽ നിന്ന് പഠിച്ചുകൊള്ളുക. ഇന്നത്തെ പാസ്റ്റർമാരിൽ നിന്ന് പഠിച്ചാൽ നമ്മൾ അടിപടലം തെറ്റി. കാരണം അവർ പറയുന്നത് ഈ അപ്പോസ്തലന്മാർ പറയുന്നത് പോലെയാണ് പറയുന്നെങ്കിൽ അവരിൽ നിന്ന് പഠിച്ചോണം, ഒരു കുഴപ്പമില്ല. അവർ തെറ്റിച്ചേ പറയുള്ളൂ, അതാ എൻ്റെ കാര്യം. മനുഷ്യനെ തെറ്റിക്കാൻ സാത്താൻ പെട്ടെന്ന് കഴിയും. ഒരു വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനത്തിൻ്റെ വെളിപ്പാടുകളെ സാത്താൻ തടഞ്ഞുകളെയും തെറ്റിച്ചുകളെയും. അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ 1-2 മണിക്കൂറൊക്കെ ദൈവസന്നിധിയിൽ ആത്മാവിൽ പ്രാർത്ഥിച്ച് വചനമൊക്കെ പറയാൻ, അല്ലെങ്കിൽ പറയാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? വചനത്തെ തടഞ്ഞുകളെയും, ശുശ്രൂഷകൾക്ക് തടസ്സം നിൽക്കും. വചന വെളിപ്പാട് ജനഹൃദയങ്ങളിലേക്ക് സ്പ്രെഡാകാതിരിക്കാനായി ഇന്ന് പാസ്റ്റർമാർ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ കയറി എന്താ പറയുക? ഒരു പരിവർത്തനവും ഇല്ല, ചുമ്മാ അങ്ങനെ തന്നെ ഇരിക്കും. നട്ടപ്പോഴും പറിച്ചപ്പോഴും ഒരു കൊട്ട എന്നുള്ള നിലയിൽ. അതുകൊണ്ട് ഞാൻ പിന്നെയും വനത്തിലേക്ക് മടങ്ങി വരുന്നു. പൗലൂസ് പറയുന്ന മർമ്മം ആർക്ക് വെളിപ്പെട്ടില്ല? അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ അപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ആരാ? അപ്പോസ്തലന്മാരും പഴയ നിയമത്തിലെ പ്രവാചകന്മാരും. അവർക്ക് വെളിപ്പെട്ടതുപോലെ ആർക്കും വെളിപ്പെട്ടില്ല. യെശയ്യാ പ്രവാചകന് കിട്ടിയ സുവിശേഷത്തിൻ്റെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് മോശെ കിട്ടിയില്ല. അതാ പറഞ്ഞത്, വിശുദ്ധ അപ്പോസ്തലന്മാർക്ക് പ്രവാചകന്മാർക്കും. പ്രവാചകന്മാർ ആരൊക്കെയാ? ആരാ? യെശയ്യാ, യിരെമ്യാവ്, എസ്കേൽ, പിന്നെ ദാനിയേൽ, ഹോശേ മുതൽ മലാക്കി വരെ. ആ പ്രവാചകന്മാർക്കാണ് ദൈവം വെളിപ്പാട് കൊടുത്തത്. യേശുക്രിസ്തുവിനെ കുറിച്ച് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഈ പ്രവാചകന്മാർ പറയുന്നുണ്ട്. യെശയ്യാവ് കൂടുതൽ പറയുന്നുണ്ട്. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്,
സമാധാന പ്രഭു യേശുക്രിസ്തുവിനെ കുറിച്ച് മനോഹരമായി പറഞ്ഞിരിക്കുന്ന പ്രവാചകൻ യെശയ്യാവാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തെ വേദപണ്ഡിതന്മാർ സുവിശേഷം 5-ാം സുവിശേഷമായിട്ട് ആലങ്കാരിക പദപ്രയോഗത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ യേശുക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തിയ ഒരു പ്രവാചകനാണ് യെശയ്യാവ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെയായിരുന്നു അറിയാമോ? മരക്കഷ്ണത്തോട് ചേർത്ത് യെശയ്യാ പ്രവാചകനെ ചേർത്ത് വെച്ച് കെട്ടി അവനെ അറുത്തു കൊന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. ജോസീഫസ് എന്ന യഹൂദ ചരിത്രകാരൻ പറയുന്നത്. ബൈബിൾ കോളേജിൽ ഞങ്ങൾ പഠിച്ചെടുത്ത കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവർക്കാർക്കും ഇത് വെളിപ്പെട്ടില്ല. എന്ത് വെളിപ്പെട്ടില്ല? വെളിപ്പെട്ടില്ലെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ജാതികൾ ക്രിസ്തുയേശുവിൻ്റെ കൂട്ടവകാശികൾ, ഏക ശരീരസ്ഥർ, വാഗ്ദത്തത്തിന് പങ്കാളികൾ. മോശയ്ക്ക് വെളിപ്പെട്ടില്ല, ദാവീദിന് വെളിപ്പെട്ടില്ല, സോളമന് പിന്നെ ഒട്ടും വെളിപ്പെട്ടില്ല. 300-700 കൊണ്ട് പുള്ളി അതോടെ തീർന്നു. സ്തോത്രം. അതിൻ്റെ പിന്നിലെ കഥകളൊക്കെ നിങ്ങൾക്കറിയാം. ചിന്തിക്കുന്നവർ ചിന്തിച്ചെടുത്തോണം. സ്തോത്രം. അപ്പോൾ പഴയ നിയമത്തിലെ ഭക്തന്മാരായ ഏറ്റവും വലിയ ഭക്തനിൽ ഒരാളാണ് ജോബ്. ജോബിന് പോലും വെളിപ്പെട്ടില്ല. ഹല്ലേലൂയ. അബ്രഹാമിന് വെളിപ്പെട്ടില്ല, മോശയ്ക്ക് വെളിപ്പെട്ടില്ല. ഇത് ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച കർത്താവിൻ്റെ ദാസൻ പറയുമ്പോൾ ഞങ്ങളെല്ലാം കണ്ണ് ബൾജ് ചെയ്ത് വെളി വന്നു. കാരണം ഞങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഇവരൊക്കെ വലിയ ആൾക്കാരാണെന്ന്. മോശ, ഏലിയാവും ദാവീദും ഒക്കെ വലിയ വലിയ ആൾക്കാരാണ്. അവരെക്കാൾ വലിയ ആൾക്കാരാണ് ഈ അപ്പോസ്തലന്മാരെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടോ? അങ്ങനെ എഴുതിയിട്ടുണ്ടോ ഫ്രാൻസിസേ? വായിച്ച വാക്യം പറയാം. 4-ാം വാക്യം നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്കിരിക്കും. ആ മർമ്മം അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും കർത്താവിൻ്റെ എന്ന് തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ, പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. പൂർവകാലങ്ങളിൽ ജീവിച്ച ദൈവത്തിൻ്റെ സ്നേഹിതനായ അബ്രഹാമിനും മോശയെപ്പോലൊരു പ്രവാചകൻ ഉണ്ടായിട്ടില്ലെന്ന് വചനം സാക്ഷ്യപ്പെടുത്തിയ മോശയ്ക്കും, പിന്നെ യേശുക്രിസ്തുവിൻ്റെ നിഴലായി പ്രസംഗിക്കപ്പെടുന്ന യോസെഫിനും, 300 വർഷം ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്കിനും, ഒരു വലിയ തലമുറയിൽ നീതിമാനായി കണ്ട നോഹയ്ക്കും വെളിപ്പെട്ടില്ല. ഇത് ഭയങ്കര ഒരു പഠനമാണിത്. നമ്മളിത് മുൻവിധി കൂടാതെ ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് പഠിച്ചോ? ഇത് കേട്ടില്ലേ പിന്നെയും കേട്ട് പഠിക്കുക. ഇത് വേണ്ടി റിവൈൻഡ് ചെയ്ത് വെച്ച് കേട്ട് പഠിക്കേ. എന്തായി പറയുന്നതെന്ന് കേട്ട് പഠിക്കേ. അവർക്കാർക്കും അവരൊക്കെ വലിയ വലിയ ഭക്തന്മാരാണ്. യാക്കോബിനെ മാത്രം എടുത്തു പഠിച്ചാൽ ഉപായിയാണെങ്കിലും തമ്മിത്തല്ലവനും അപ്പനെ കളിപ്പിക്കലും വടക്കുണ്ടാക്കണവനൊക്കെ ആണെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ലഭിച്ച യാക്കോബ് ഒരു ഗോത്ര പിതാവാണ്. 12 ഗോത്രങ്ങൾക്ക് ജന്മം കൊടുത്തവനാണ് യാക്കോബ്. പക്ഷേ ഈ ജാതികൾ ക്രിസ്തുയേശുവിൻ്റെ കൂട്ടവകാശികൾ, ഏക ശരീരസ്ഥർ, വാഗ്ദത്തത്തിന് പങ്കാളികളാണെന്നുള്ള സ്വർഗീയ മർമ്മം അവർക്ക് വെളിപ്പെട്ടില്ല. അത് പൗലൂസിന് വെളിപ്പെട്ടു. പൗലൂസ് അത് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അപ്പോസ്തലന്മാരിൽ വെളിപ്പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും 5 പേർ എല്ലാവർക്കും വെളിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് പ്രസ്താവിക്കുന്നത് പൗലൂസ് മാത്രമാണ് ലേഖനത്തിലൂടെ. സ്തോത്രം. അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. ദൈവമക്കളെ, ഇത് നന്നായിട്ട് മനസ്സിലാക്ക്. നമ്മെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. ജാതികൾ ക്രിസ്തുയേശുവിൻ്റെ കൂട്ടവകാശികളായി തീർന്നിരിക്കുക. പിതാവാം ദൈവം യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളായി ജാതികളെ തീർത്തു, ഏക ശരീരസ്ഥരായി തീർത്തു. പിന്നെ അടുത്ത് വാഗ്ദത്തത്തിന് പങ്കാളികളാക്കി തീർത്തു. ആരുടെ കൂട്ടവകാശം? ക്രിസ്തുവിൻ്റെ. ആരുടെ ശരീരം? ക്രിസ്തുവിൻ്റെ. ആരുടെ പങ്കാളിത്തം? ക്രിസ്തുവിൻ്റെ. ക്രിസ്തുവിൻ്റെ പങ്കാളിത്തവും ക്രിസ്തുവിൻ്റെ ശരീരവും ക്രിസ്തുവിൻ്റെ അനുഗ്രഹത്തിന് നമ്മളെന്ത് യോഗ്യരാ? ഒരു യോഗ്യരല്ല. നമ്മൾ വെളിപ്പുറപ്പിൽ തള്ളപ്പെട്ടവരാ, കത്തിച്ച് കളയേണ്ട ജാതികളാണ്. ഇല്ലാണ്ട് ഫലം കായ്ക്കാൻ വേണ്ടി
നല്ല മുന്തിരികളോട് ചേർത്ത് ഒട്ടിച്ചിരിക്കുക. ഫലം കായ്ക്കാത്ത യഹൂദനെ വെട്ടിക്കളഞ്ഞിട്ട്, സഹോദര സഹോദരി, ഫലം കായ്ക്കാത്ത ഗുണമില്ലാത്ത കൊമ്പായ നിന്നെ ഫലം കായ്ച്ചുകൊണ്ടിരുന്ന കൊമ്പ് ഫലം കായ്ക്കാത്തത് കൊണ്ട് അത് വെട്ടിക്കളഞ്ഞ് അവിടെ നിന്നെ ബഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുക. എന്നിട്ട് പൗലോസ് പറയുന്ന ഒരു വാക്യമുണ്ട്, ഞാൻ ഭയപ്പെടുന്ന ഒരു വാക്യം. സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ പോയെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പുകയാ. സ്വാഭാവിക കൊമ്പായ യഹൂദൻ ഫലം കായ്ക്കാത്തത് കൊണ്ട് അവരെ വെട്ടിക്കളഞ്ഞ് നമ്മളെ എന്ത് ചെയ്തിരിക്കുക? അവിടെ ബഡ് ചെയ്ത് നിർത്തിയിരിക്കുക. യെശയ്യാപ്രവചനം, ഹല്ലേലൂയ, സ്തോത്രം, 5-ാമത്തെ അധ്യായം നമുക്കെടുക്കാം. അതൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാനായിട്ട് കാര്യങ്ങളെ ഈ പറയുമ്പോൾ കാര്യങ്ങൾ പുസ്തകം വായിക്കാത്തവർക്കൊന്നും മനസ്സിലാകത്തില്ല. ഈ സ്വാഭാവിക കൊമ്പ് അതാണ്, മറ്റേതാണ്, മറിച്ച് ഏതാണെന്നൊന്നും പിടികിട്ടത്തില്ല. അവിടെ ഞാനത് വായിക്കുക. യെശയ്യാപ്രവചനം 5-ാം അധ്യായം. ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ടുപാടും. എൻ്റെ പ്രിയതമന് എൻ്റെ ഏറ്റവും ഫലവത്തായൊരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവൻ അതിനെ വേലി കെട്ടി അതിനെ കല്ലുപറക്കി കളഞ്ഞു. അതിന് നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിലൊരു ഗോപുരവും പണിതു. ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് കാത്തിരുന്നാറെ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങയത്രേ. ആകയാൽ യെരൂശലേം നിവാസികളും യഹൂദന്മാരുമായുള്ളവരെ, എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിനും മധ്യേ വിധിപ്പീൻ. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറേ അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചതെന്ത്? ആകയാൽ വരുവീൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്തു ചെയ്യും എന്ന് നിങ്ങളെ അറിയിക്കാം. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളയും. അത് തിന്നുപോകും. ഞാൻ അതിൻ്റെ മതിൽ ഇടിച്ചു കളയും. അത് ചവിട്ടി മെതിച്ചു പോകും. അത് ശൂന്യമാകും. ഈ ഭാഗം ശ്രദ്ധിച്ചു പഠിക്കണം. വേലി സംരക്ഷണത്തെ കാണിക്കുന്നു. യഹൂദന് കൊടുത്ത സംരക്ഷണമാണ് വേലിയും മതിലും. ദൈവം യഹൂദന് കൊടുത്ത സംരക്ഷണം ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞപ്പോൾ അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും വരട്ട്, ബറബാസിനെ ക്രൂശിക്കുക, അല്ല ബറബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക എന്ന് യഹൂദന്മാർ തട്ടഹസിച്ചപ്പോൾ അതിൻ്റെ ശിക്ഷ അവർ ഏറ്റുവാങ്ങി. അവരുടെ സംരക്ഷണം ദൈവം എടുത്തു മാറ്റി. അവരെ സൂക്ഷിക്കുന്ന സൂക്ഷിപ്പ് ദൈവം മാറ്റി. അവരെ കാവൽ ചെയ്യുന്ന അവസ്ഥയ്ക്ക് ദൈവം വ്യത്യാസം വരുത്തി. അവരെ 160 രാജ്യങ്ങളിലോളം ചെതറിച്ചു കളഞ്ഞു. ചെതറിപ്പോയ രാജ്യങ്ങളിൽ അവരെ കൊന്നുമുടിച്ചു. യഹൂദനെ കൊന്നുമുടിച്ച ചരിത്രത്തിൻ്റെ റെക്കോർഡ് ആർക്കാ? ഹിറ്റ്ലറിനാ കിട്ടിയത്. 60 ലക്ഷം ഒറ്റടി. ഒരു ദിവസം 5000 പേരെ വെച്ച് ഹെയ്ക്മാൻ എന്ന് പറഞ്ഞ ഒരു ദുഷ്ടനെ അവൻ നിയമിച്ചു. ഹിറ്റ്ലർ നിയമിച്ചു. 5000 പേരെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വലിച്ചു കൊണ്ടുവരണം. അടിച്ചു കൊണ്ടുവന്ന് ഗ്യാസ് ചാമ്പറിൽ കുത്തി കയറ്റിയും കഴുത്ത് വെട്ടിയും തൂക്കിയും കൊല്ലാൻ ഒരു ദിവസം 5000 വെച്ച് കൊന്നുകൊണ്ടിരുന്നു എന്നാണ് ജോസീഫസിൻ്റെ ചരിത്ര പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത്. 5000 പേരെ വെച്ച്. നമ്മുടെ വാക്കുകൾ സൂക്ഷിക്കണം. നിന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി മേലും, ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. നിന്റെ രക്തം ഞങ്ങളുടെ മേൽ വരട്ടെന്ന് പറഞ്ഞു നിർത്തിയെങ്കിൽ യഹൂദ സന്തതികൾ രക്ഷപ്പെട്ടു പോയെന്ന് ഞാൻ ചിന്തിക്കുക കേട്ടോ, എൻ്റെ ബുദ്ധി കൊണ്ട്. പക്ഷെ അവരങ്ങനെ പറഞ്ഞില്ല. അവരെന്ത് ചെയ്തു? നിന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളിലും വരട്ടെ എന്ന് ഈ ബോധമില്ലാത്ത പ്രസ്താവന അവർ നടത്തിയ നിമിത്തം 160 രാഷ്ട്രങ്ങളിൽ ചെതറിച്ചു കളഞ്ഞ യഹൂദനെ അവർ കൊന്നൊടുക്കി. നല്ലൊരു പങ്കും കൊന്നൊടുക്കി. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്, എസ്പെഷ്യലി കേരളത്തിന് ദൈവത്തിന് നാടെന്ന് പേര് കിട്ടാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊരു പാസ്റ്റർ പ്രസംഗിച്ചപ്പോഴാണ് എനിക്കും ആ ബോധം തെളിഞ്ഞത്. കേരളത്തിലെ യഹൂദന്മാരെ 2 കൈയും നീട്ടി സ്വീകരിച്ചു. ഇവരുടെ നാട് പട്ടാഞ്ചേരിയിലേക്ക് യഹൂദന്മാർ ചവറ് പോലും ഉണ്ടായിരുന്നു. അവരുടെ ഫുഡും അവർ മലയാളികളെ കാണുന്നതും വളരെ സ്നേഹത്തോടെ ആയിരുന്നു. തിരിച്ചും അങ്ങോട്ട് അങ്ങനെ തന്നെയായിരുന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? യഹൂദനെ സ്വീകരിച്ച ഒരു നാടാണ് നമ്മുടെ രാജ്യം, എസ്പെഷ്യലി നമ്മുടെ സംസ്ഥാനം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ നാടെന്നൊരു ഓമന പേര് കിട്ടിയത്. അല്ലാതെ ഇവിടെ കിടക്കുന്ന ഈ ദുഷ്ടന്മാരെ പോലെ വേറെ ആരാ ഉള്ള? വാളുകൊണ്ട് വെട്ടിക്കൊല്ലുന്ന, കൈവെട്ടുന്ന, കാല് വെട്ടുന്ന, പെടലി വെട്ടുന്ന ഒരുത്തനെ 58 വെട്ട് വെട്ടിയിട്ട് 59ാമത്തെ വെട്ടിന് വേണ്ടി കത്തി ഓങ്ങി നിൽക്കുക. ഇവർ ദൈവത്തിൻ്റെ നാട്ടിലുള്ളവരാണോ? അല്ല. ഇവരെല്ലാം സാത്താൻ്റെ സന്തതികളാ. ഏത് പാർട്ടിയാണെങ്കിലും കൊള്ളാം. പക്ഷേ ദൈവത്തിൻ്റെ നാടെന്നൊരു പേര് കിട്ടിയത് നിന്നെ അനുഗ്രഹിക്കുന്നവരെ
ഞാൻ അനുഗ്രഹിക്കും. ആ അനുഗ്രഹം നമുക്ക് വന്നിട്ടുണ്ട്. അത് നമ്മളറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മളറിയുന്നില്ല അതൊക്കെ. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്നുള്ള അതാണ് കേരളത്തെ. ഈ ഇടയ്ക്ക് ഒരു പാസ്റ്റർ പ്രസംഗിച്ചു, കേരളം പോലെ സുന്ദരമായൊരു നാട് വേറെ എങ്ങുമില്ല. 27 സംസ്ഥാനങ്ങളെ നിങ്ങളെടുത്ത് പഠിച്ചു നോക്കിക്കോ. ബോധവും പൊക്കണവും ഇല്ലാത്ത മനുഷ്യർ, അടിയും വെട്ടും കുത്തും. ഇവിടെ പിന്നെ ഇച്ചിരി കുറവുണ്ട്. കുറേ വർഗീയവാദികളും തീവ്രവാദ മതവാദികളും കൂടിയാണ് നമ്മുടെ നാട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അതിനുവേണ്ടി നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥിക്കാം, ഇവർക്കൊക്കെ സുബോധം കൊടുക്കാൻ. ഞാൻ പക്ഷേ വനത്തിലേക്ക് മടങ്ങി വരുന്നു. അപ്പോൾ ഇവിടെ വേലി പൊളിച്ചു കളഞ്ഞു, അതിൻ്റെ മതിൽ ഇടിച്ചു കളഞ്ഞു, അത് ചവിട്ടി മെതിച്ചു പോകും. യഹൂദൻ്റെ സംരക്ഷണവും യഹൂദൻ്റെ എല്ലാ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ദൈവം എന്ത് ചെയ്തു? എടുത്തു കളഞ്ഞു. അപ്പോൾ യഹൂദൻ ചതറിക്കപ്പെട്ടു. യഹൂദനെ വാള് കൊണ്ട് കൊല്ലാൻ തുടങ്ങി. യഹൂദനെ ഗ്യാസ് ചാമ്പറിൽ അടിച്ച് കൊല്ലാൻ തുടങ്ങി. എല്ലാം സഹിക്കാം. ഈ കൊച്ചു കുഞ്ഞുങ്ങളെ ഗ്യാസ് ചാമ്പറിലേക്ക് നല്ല വസ്ത്രങ്ങളിട്ട് നല്ല കളിപ്പാവുകളൊക്കെ കൊടുത്തിട്ട് ഗ്യാസ് ചാമ്പറിൻ്റെ ഉള്ളിൽ, ഞാനത് കണ്ടത് അതുകൊണ്ട് പറയാം, കുത്തി നിറച്ചിട്ട് മുകളിൽ നിന്ന് ഗ്യാസ് ഓൺ ചെയ്തിട്ട് എല്ലാവരെയും ശ്വാസം വെട്ടിച്ചു കൊന്നു. കൊന്നവരെ ഓരോന്നായിട്ടല്ല എടുക്കുന്നത്, വലിയ ബുൾഡോസറിൽ കോരിക്കൊണ്ടുപോയി 2-3 നാൾ ആൾക്കാരുടെ താഴ്ചയുള്ള കുഴികൾ കുഴിച്ച്, കിടങ്ങുകൾ പോലെ കുഴിച്ചിട്ട് അതിലേക്ക് തള്ളി മണ്ണിട്ട് മൂടുക ചെയ്തു. മനസ്സിലായോ? ഈ കഴിഞ്ഞ ദിവസം ഇവിടെ നടന്നെന്ന് പറഞ്ഞ കേട്ട്, ലബനോനിലെങ്ങാണ്ട്. സ്തോത്രം. മനുഷ്യനെ കുഴിച്ചു മൂടിയ കല്ലറകൾ കണ്ടെത്തി, വലിയ വലിയ കുഴികൾ കണ്ടെത്തി. ഹിസ്ബുള്ളക്കാരും മറ്റേ ഇവരെല്ലാം കൂടി ചേർന്ന് കൊന്നു മുടിച്ചത്. സിറിയയിൽ വലിയ 1,00,000 പേരെ കൊന്നെന്ന് പറഞ്ഞ സിറിയ. സുന്ദരനും സുമുഖനുമായ ആ പ്രസിഡന്റ് 1,00,000 പേരെ കൊന്നൊടുക്കി. ആരെയാ കൊടുക്കുന്നത്? സ്വന്തം ജാതിയെ. ജാതിയോട് കർത്താവ് പറഞ്ഞ പ്രവചനം നിറവേറില്ലേ? ജാതിയോട് ഇവർ തമ്മിലടിച്ച് ചാകുകയാണ്, ഇവർ തമ്മിൽ കൊല്ലുകയാണ് മനുഷ്യനെ. അത് ദൈവവചനത്തിൻ്റെ നിവൃത്തിയാണെന്ന് ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ. ഞാൻ ആ ഭാഗത്തേക്ക് പോയാൽ അങ്ങനെ അങ്ങ് പോകും. അതുകൊണ്ട് ഞാൻ മടങ്ങി വരട്ടെ. ഇവിടെ യഹൂദൻ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന 2 മുന്തിരിവള്ളിയായിട്ട് കൊണ്ടുവന്ന് നട്ടുവെന്ന് സങ്കീർത്തന പുസ്തകത്തിലുണ്ട്. പുതിയ നിയമത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ മുന്തിരിവള്ളി എന്നുള്ളൊരു വിഷയം പഠിപ്പിക്കുന്നുണ്ട്. കർത്താവിനോട് ചേർന്നിരിക്കുന്ന മുന്തിരിവള്ളി. ആ മുന്തിരിവള്ളി നമ്മളാണ്. നമ്മൾ കർത്താവിനോട് ചേർന്നിരുന്നില്ലെങ്കിൽ, നമ്മൾ ഫലം കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കൂട്ടിയിട്ട് അവസാനം നരകത്തിൽ കൊണ്ടുപോയിട്ട് കത്തിക്കുമെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായവും ഒരു 8, 10, 15 വാക്യങ്ങൾ വായിച്ചു പഠിച്ചാൽ അതിലും വ്യക്തമായിട്ട് കിടപ്പുണ്ട്. യെശയ്യാപ്രവചനത്തിൽ യഹൂദൻ മുന്തിരിവള്ളിയാണെന്ന് കിടപ്പുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ദൈവസഭ മുന്തിരിവള്ളിയാണെന്ന് കിടപ്പുണ്ട്. മുന്തിരിവള്ളിയായിട്ട് കിടപ്പുണ്ട്, ഫലം കായ്ക്കേണ്ട. യഹൂദൻ ഫലം കായ്ക്കാത്തതുകൊണ്ട് അവനെ വെട്ടിക്കളഞ്ഞെങ്കിൽ, അവൻ്റെ സംരക്ഷണം എടുത്തു കളഞ്ഞെങ്കിൽ, അവനെ ചിതറിച്ച് കളഞ്ഞെങ്കിൽ, പുതിയ നിയമസഭയാകുന്ന നമ്മൾ ഫലം കായ്ച്ചില്ലെങ്കിൽ എന്തോ ചെയ്യും? നരകത്തിൽ കൊണ്ടേതല്ലോ. അതതിൻ്റെ കാര്യം. സ്തോത്രം. അതുകൊണ്ട് ഞാൻ വചനത്തിലേക്ക് പെട്ടെന്ന് മടങ്ങി വരാം. ജാതികൾ ക്രിസ്തുയേശുവിൻ്റെ കൂട്ടവകാശികൾ, ഏകശരദസ്ഥർ, വാഗ്ദത്തത്തിൻ പങ്കാളികൾ. ഹല്ലേലൂയ. അപ്പോൾ ഈ സുവിശേഷത്തിലൂടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധം കിട്ടുന്നത്. യേശുക്രിസ്തുവാണ് സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു എൻ്റെ സുവിശേഷം. യേശുക്രിസ്തുവാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ പോലും എന്തോന്നും അറിയത്തില്ല. ഈ 4 സുവിശേഷങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക സുവിശേഷം. എൻ്റെ പൊന്നെ, അത് ക്രിസ്തുവിൻ്റെ ചരിത്രമാണ്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകളും പ്രവൃത്തികളുമാണ് സുവിശേഷത്തിൽ കിടക്കുന്നത്. സുവിശേഷം എന്നുള്ളത് ക്രിസ്തുവാ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു എൻ്റെ സുവിശേഷം. സുവിശേഷത്തിൻ്റെ കണ്ടൻസ്, മീറ്റായ ഭാഗം യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിനോടാണ് പൗലോസ് പറയുന്നത്, സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൻ്റെ കൂട്ടവകാശം കിട്ടുന്നു. ഈ കൂട്ടവകാശം എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? കൂട്ടവകാശം. യേശു ക്രിസ്തുവിന് കിട്ടിയ അവകാശം എനിക്കുണ്ട്. യേശു ക്രിസ്തുവിന് കിട്ടിയ ഉയർപ്പ്,
യേശുക്രിസ്തുവിന് കിട്ടിയ രൂപാന്തര ശരീരം, യേശുക്രിസ്തുവിന് കിട്ടിയ മഹത്വീകരിക്കപ്പെട്ട അനുഭവം, അത് നമുക്ക് കിട്ടുക. ഒരു സന്തോഷം പോലും ഇല്ലേ നമുക്ക് കേട്ടിട്ട്? സ്തോത്രം. പ്രിയ ദൈവമക്കളെ, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനും ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അതാണ് നമ്മുടെ കൂട്ടവകാശം. മോശെ, ഏലിയാവും ദാവീദും ഒക്കെ പറഞ്ഞു കിടക്കുന്നത് നമുക്കിതൊന്നും മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. നമുക്ക് മനസ്സിലാകും, ഈ ലോകത്തിൻ്റെ ഭൗതികം പ്രസംഗിച്ചാൽ മനസ്സിലാകും. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു, ദൈവം നിന്നെ വിടിവിക്കുന്നു. ഞാൻ വിടിവിക്കുന്നുല്ലോ പറയാം, നിന്നെ വെടിവെക്കുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ദൈവം നിനക്ക് നന്മകൾ തരുന്നു. ഇപ്പം അതല്ലേ പ്രസംഗങ്ങൾ. നിന്റെ ശൂന്യത ദൈവം മാറ്റുന്നു, നിന്റെ കഷ്ടത മാറ്റുന്നു, നിന്റെ കണ്ണീര് തുടയ്ക്കുന്നു. ഞങ്ങളുടെ എറണാകുളത്തൊരു വലിയ പാസ്റ്ററുണ്ട്, മെഗാ പാസ്റ്റർ, ഇൻ്റർനാഷണൽ പാസ്റ്റർ. അദ്ദേഹം വലിയ വലിയ മീറ്റിംഗ് നടത്തും, ഇപ്പോഴും നടത്തും. ഒരു വലിയ കട്ടൗട്ട് യേശുവിൻ്റെ മുഖം ഇങ്ങനെ വരച്ചു വെച്ചിട്ട്, അല്ല, ഒരു വലിയ മനുഷ്യൻ്റെ മുഖം ഇങ്ങനെ വരച്ചു വെച്ചിട്ട്, ആ മനുഷ്യനിങ്ങനെ കരയുന്ന കണ്ണുനീരിങ്ങനെ ഒഴുകി വരുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഒരു കൈ വന്ന് കണ്ണുനീരിങ്ങനെ തുടച്ചു കളയുന്നതായിട്ട്. ഇത് കണ്ടു കഴിയുമ്പോൾ ബോധമില്ലാത്തവൻ എന്താണ് കരുതുക? അയ്യോ, എൻ്റെ കണ്ണീര് ദൈവം തുടയ്ക്കുന്ന, അങ്ങോട്ട് പോകാമെന്ന്. അതോടെ അവൻ പിടിച്ച് കത്രിക പൂട്ടി അവിടെ ഇടും. അതോടെ നിൻ്റെ കാര്യം പോക്കാം. സ്തോത്രം. എടാ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കണ്ണീര് മാറാനും, കഷ്ടത മാറാനും, കടം മാറാനും, ദാരിദ്ര്യം മാറാനും, കാറ് മേടിക്കാനും, വീട് മേടിക്കാനും, ലോകത്തിൻ്റെ ഭൗതിക അനുഗ്രഹങ്ങളും പ്രാപിക്കാൻ അല്ലവേ അല്ല. ആദിയിലവൻ്റെ രാജ്യം നീതി അന്വേഷിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് കൂട്ടിച്ചേർത്ത് തരും. തിന്നാനുള്ളത്, കുടിക്കാനുള്ളത്, ഉടുക്കാനുള്ളത്, പോകാനുള്ളത് എല്ലാം കിട്ടും. അതിലൊക്കെ കാറും വീടും ഒക്കെ ഉണ്ടെന്ന് ഞാനത് വിശ്വസിക്കുന്ന ആളാ. എല്ലാം ഉണ്ട്. ഇന്നത്തെ മോഡേൺ യുഗത്തിലൊരു കാറ് നമുക്ക് വേണം, നല്ലൊരു വീട് വേണം, ഇതെല്ലാം വേണം നമുക്ക്. ഇതൊക്കെ നമുക്ക് തരും. പക്ഷെ അതിനുവേണ്ടി ആകരുത് നമ്മൾ കർത്താവിൻ്റെ പുറകെ പോകുന്നത്. ഇന്ന് കണ്ടുവരുന്നത് അതിനുവേണ്ടി മാത്രമാണ് ജനം കർത്താവിൻ്റെ